Hello guys, welcome to my YouTube channel. So we in this ചെയ്യുന്ന OnePlus Nord CE2 Lite unboxing first review and Poco X4 Pro ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. ബിക്കോസ് ഈ സെഗ്മെന്റിൽ നിൽക്കുന്ന ടോപ്പ് 3 സെറ്റ്സ് നമ്മുടെ Note 11 Pro Plus, Poco X4 Pro ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Nord CE2 Lite 5G ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അൺബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ കവർ പീൽ ഓഫ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ചെക്ക്. ഓക്കെ, സോ നമ്മുടെ വൺ പ്ലസിൻ്റെ ഒരു ബോക്സ് കിട്ടുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, സോ ഒരു ക്ലിയർ കേസ് ആട്ടോ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ക്ലിയർ കേസ്. ദെൻ നമ്മുടെ സ്റ്റിക്കേഴ്സ്, നോഡിൻ്റെ സ്റ്റിക്കേഴ്സ്, ഇജക്ടർ, പിന്നെ നമ്മുടെ സേഫ്റ്റി ഇൻഫർമേഷൻ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. So let's keep everything aside and directly നമ്മുടെ ഫോൺ. ഓക്കെ, നമുക്ക് ഫോൺ സൈഡിൽ വയ്ക്കാം. ആൻഡ് ബോക്സിൽ വേറെ എന്തൊക്കെയായിട്ട് നോക്കാം. ഓക്കെ, സോ സൂപ്പർ വൂക്ക് ചാർജാണ് നമുക്ക് ഈ ടൈം കിട്ടുന്നത്. വൺ പ്ലസ് നേരത്തെ കണ്ടുവരുന്ന ആ ഒരു ഡിസൈനിലുള്ള ചാർജറല്ല, ഒരു വെറൈറ്റി ലുക്കുള്ള ചാർജറാണ്. ഓക്കെ, സോ സൂപ്പർ വൂക്ക് ഇത് നമുക്ക് വരുന്നത് വെച്ചാൽ 33 വാട്ടിലെ സൂപ്പർ വൂക്ക് ചാർജാണ്. ആൻഡ് നമ്മുടെ ഡേറ്റ കേബിൾ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഡാറ്റ ആയിട്ട് നമുക്കിനി ഫോണിലേക്ക് പോകാം. സോ ഗൈസ്, നമ്മുടെ OnePlus Nord CE2 Lite. ഓക്കെ, സോ നമുക്ക് പീൽ ഓഫ് ചെയ്യാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഫോൺ. സോ നമുക്ക് രണ്ട് കളേഴ്സാണ് ബേസിക്കലി വരിക. ഒന്ന് ബ്ലാക്ക് ഡസ്റ്റും ബ്ലൂ ടൈഡും. സോ ആക്ച്വലി ഞാൻ ബ്ലാക്ക് ഡസ്റ്റ് നേരിട്ട് കണ്ടു. സോ എനിക്കൊരു ഇതിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരു സോർട്ട് ഓഫ് ഒരു എന്താ പറയുക, ലൈറ്റ് ഗ്ലാസ് ആണോ എന്നൊരു ഡൗട്ട് തന്നെ ടൈപ്പ് ഒരു ഡിസൈനാണ്. പക്ഷേ മറ്റേത് നമുക്കൊരു പ്യുവർ പ്ലാസ്റ്റിക് ഒറ്റയടിക്കുന്ന പുറത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്കൊരു സോർട്ട് ഓഫ് നമുക്ക് തന്നെ ഒരു ഡൗട്ട് അടിക്കുന്ന ടൈപ്പാണ്. ബട്ട് പ്ലാസ്റ്റിക് തന്നെയാണ്. പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം കാര്യങ്ങളൊക്കെയാണ് വരിക. ഓക്കെ, ഇൻ ഹാൻഡ് ഫീൽ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഇൻ ഹാൻഡ് ഫീലാണ്. ചെറിയൊരു കർവൊക്കെ വന്നാൽ നമുക്ക് പിടിക്കാൻ അത്യാവശ്യം ഹോൾഡിങ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ആൻഡ് ഇതിൻ്റെ വെയിറ്റും 195 grams ആണ്. ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആവറേജ്ലി ഈവൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഫോൺ. പിന്നെ തിക്നെസ് ഒക്കെ 8.5 mm ആണ് തിക്നെസ് വരിക. ഓക്കെ, ആൻഡ് നമുക്ക് സൈഡ് മൗണ്ടഡ് ആണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. ഓക്കെ, ആൻഡ് മേളിൽ ഇവിടെ മാത്രമായിട്ടൊരു ചെറിയ ഡിസൈൻ ചേഞ്ച് ഉണ്ട്. കണ്ടോ, നമുക്ക് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷ് ചെയ്യാൻ ഇവിടെ ഒരു സ്ട്രൈപ്സ് ടൈപ്പ് ഒരു ഡിസൈനാണ് വരിക. സോ പ്ലാസ്റ്റിക് ഇത് എടുത്തറിയും, ഈ സ്ട്രൈപ്പ് പ്ലാസ്റ്റിക് തന്നെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെയാണ് നമുക്ക് ആ ഒരു ഗ്ലാസ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. ടോട്ടലി ഓവറോൾ ഒരു മാറ്റ് ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ഒന്നും അല്ല, കണ്ടോ, ഒന്നും വരുന്നില്ല, ഒരു മാറ്റ് ഫിനിഷ് തന്നെയാണ്. ഓക്കെ, കൊള്ളാം. നമുക്ക് ആ കൂടെ വരുന്ന ആ കേസിന് നമുക്ക് ഇട്ട് നോക്കാം. സോ ഇതാണ് കൂടെ വരുന്ന കേസ്. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ ലുക്ക് വരിക. സോ ഗൈസ്, ഇതാണ് നമ്മുടെ OnePlus Nord CE2 വിത്ത് കേസിൻ്റെ ലുക്ക് വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഫോൺ ഫസ്റ്റ് ബൂട്ടപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇനിഷ്യൽ സെറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. സോ ഗൈസ്, നമ്മുടെ OnePlus Nord CE2 ലൈറ്റിന് ഇനിഷ്യൽ സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ OnePlus Nord CE2 Lite. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബെസൽ, ദാറ്റ് മീൻസ് നമ്മുടെ ടോപ്പ് ചിന്നും ബോട്ടം ചിന്നും നോക്കി കഴിഞ്ഞാൽ ബോട്ടം ചിൻ ഇച്ചിരി ഉണ്ട്. ബട്ട് ആ പ്രൈസിന് നമുക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം. അത്യാവശ്യം ഒരു ബോട്ടം ചിൻ ഉണ്ടെന്ന് പറയാം. ബട്ട് ഓക്കെയാണ്. പിന്നെ ലെഫ്റ്റ് ഓറിജിനൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരിക. ഒരു 16 MB സെൽഫി ക്യാമറയാണ് വരിക. ആൻഡ് ഫസ്റ്റ് നമ്മുടെ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ UI തന്നെയാണ്. ബിക്കോസ് ഈ സെഗ്മെൻറ്റ് നമ്മൾ യൂഷ്വലി നമ്മുടെ MI UI, പോക്കോ UI ഒക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ ഓഫ് ബ്ലോട്ട്വേഴ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിനകത്ത് ഒരു ബ്ലോട്ട്വേഴ്സ് പോലും ഇല്ലാണ്ടെന്ന് നോക്കിയറിയാം. ആൻഡ് റീസെൻ്റ്ലി നമ്മൾ വരുന്ന പോക്കോ X4 Pro വരുന്നതെന്ന് വെച്ചാൽ അത് Android 11 MUI 13 വരുന്നത്. ബട്ട് ഇത് നമ്മുടെ Android 12 ആണ് വരിക. നമ്മുടെ Nord CE2 Lite 5G വരുന്നത്. ബോട്ട് ഡിവൈസ് ആൻഡ്രോയിഡ് വേർഷൻ ആണോ, Android 12 March 5, 2022 സെക്യൂരിറ്റി പാച്ചിലാണ് വരിക. ഓക്കെ, സോ UI സൈഡാണ് നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടൊരു സെല്ലിംഗ് പോയിന്റ്. ബിക്കോസ് അണ്ടർ 20K ഒരു OnePlusൻ്റെ ഡിവൈസ് ഒരു കിട്ടുന്നത്, അതാണ് മെയിൻ സെല്ലിംഗ്. സോ UI വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബ്ലോട്ട്വേഴ്സ് ഉണ്ടാവില്ല, ബഗ്സ് ഉണ്ടാവില്ല. അത് മാത്രമല്ല അത്യാവശ്യം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് സാംസങ്ങിന് അത്രയും റാപ്പിഡ് ഫാസ്റ്റ് ആയിട്ട് തരില്ലെങ്കിലും പിന്നെ നെക്സ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും വരുന്ന ഒരു സംഭവമാണ് OnePlus വരുന്നത്. ബട്ട് MI UI അല്ലെങ്കിൽ പോക്കോ UI ഒക്കെ നോക്കുകയാണെങ്കിൽ ഇച്ചിരി സ്ലോ ആണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഇച്ചിരി സ്ലോ, നല്ല സ്ലോ ആണ്. അത് മാത്രമല്ല ഇച്ചിരി ബഗ്സ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബ്ലോട്ട്വേഴ്സ് ഉണ്ടാവും, ആഡ്സ്
ലൈറ്റ് ആഡ്സ് ഒക്കെ ഉണ്ടാവും. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ UI സൈഡ് ഇപ്പോൾ ഒരു ഭയങ്കര ലൈറ്റ് യൂസർ, ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് യൂസറൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ UI വൈസ് നോക്കാനാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഡിവൈസ് തന്നെയായിരിക്കും നമ്മുടെ നോഡ് C2 ലൈറ്റ്. സോ ഇതാണ് ഫസ്റ്റ് എൻ്റെ സെല്ലിംഗ് പോയിന്റ് തന്നെ ഇതിൻ്റെ UI ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റിൻ്റെ കോൺസിൽ നിന്ന് തന്നെ തുടങ്ങുവാണെങ്കിൽ, സോ നമ്മുടെ നോഡ് C2 ലൈറ്റ് ഫസ്റ്റ് AMOLED അല്ലേ വരിക, LCD ഡിസ്പ്ലേ ആണ് വരിക. സോ ഈ സെഗ്മെൻറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ Poco X4 Pro വരുന്നത് AMOLED ആണ്, Note 11 Pro Plus വരുന്നത് AMOLED ആണ്. സോ ആ സെഗ്മെൻറ്റ് മൊത്തം AMOLED കൊണ്ടുപോയി. സോ ആ സെഗ്മെൻറ്റിലാണ് ഇത് LCD വരുന്നത്. ബട്ട് LCD എന്ന് പറഞ്ഞാൽ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ബാക്ക് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. സോ ഗൈസ്, നമ്മുടെ OnePlus Nord CE2 ലൈറ്റിൻ്റെ ഡിസ്പ്ലേ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് നമുക്ക് റെസൊല്യൂഷൻ നോക്കുവാണെങ്കിൽ 1080x2412 പിക്സൽസ് ആണ് വരുന്നത്. ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 401 pp വരുന്നുണ്ട്. ആൻഡ് ഞാൻ ബ്രൈറ്റ്നസ് മാക്സിമം ഇട്ടുക. ഓക്കെ, എനിവൈസ് കുഴപ്പമില്ല, ഡിസ്പ്ലേ ബാഡ് പറയേണ്ട രീതിയിലൊന്നുമില്ല. ആ LCD ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ആ AMOLED ക്രിസ്പിനെസ്സും ആ ഒരു വൈബ്രൻസി ഉണ്ടെന്ന് വെച്ചാൽ അതൊന്നുമില്ല. ബട്ട് ഒരു ഡീസൻറ്റ് LCD ഡിസ്പ്ലേയിൽ എന്തൊരു മൊമെൻറ്റ് അതിനനുസരിച്ച് നല്ല ഒരു LCD ഡിസ്പ്ലേ ആണ്. AMOLED ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ്, ആ വിവിഡ്നെസ് മിസ്. എന്നാലും ഓവറോൾ ഓക്കെ എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മുടെ ഡിസ്പ്ലേ സെഗ്മെൻറ്റ് വരിക. ഓക്കെ, OnePlus Nord CE2 Lite on direct sunlight. Okay, perfectly visible. Nord CE2 Lite. നെക്സ്റ്റ് നോക്കാൻ പോകുന്നതിൻ്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അതിൻ്റെ ഓഡിയോ തന്നെയാണ്. സോ നെക്സ്റ്റ് നമുക്ക് ഓഡിയോയ്ക്ക് വരാം. സോ ഗൈസ്, അവിടെയും നമുക്കൊരു മിസ്സിംഗ് ഉണ്ട്. കാരണം ഇതിന് സിംഗിൾ സ്പീക്കറാണ് വരിക. നമുക്കൊരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. സോ മോണോ സ്പീക്കറാണ് നമുക്ക് നമ്മുടെ നോഡ് C2 ലൈറ്റ് വരുന്നത്. നമ്മൾ Poco X4 Pro നോക്കുവാണെങ്കിൽ അവിടെയും നമ്മുടെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരിക. സോ എഗെയിൻ ഞാൻ പറയുകയാണെങ്കിൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, അതായത് ഇൻസ്റ്റാഗ്രാം കണ്ടിന്യൂസ് യൂസേജ്, സോഷ്യൽ യൂസേജ്, മൂവീസ്, ആമസോൺ, നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ ഉള്ള യൂസേഴ്സിന് ഞാൻ കുറച്ചും കൂടെ റെക്കമെൻഡ് ചെയ്യുക നമ്മുടെ ഏത് Poco X4 Pro ഓർ നമ്മുടെ Note 11 Pro Plus ആയിരിക്കും. പിന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഡിയോ നോക്കിയിട്ട് നമുക്ക് അതിനെ ജഡ്ജ് ചെയ്യാം. സോ ഗൈസ്, ഓഡിയോ ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര ബാഡ് അല്ല, നൈസ് ഐ വുഡ് സേ. നല്ല ഓഡിയോ, ദാറ്റ് മീൻസ് ആ സ്റ്റീരിയോ എഫക്റ്റ് മിസ്സിങ് അല്ലാണ്ട് ലൗഡ്നെസ് ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റിയും ക്ലാരിറ്റിയൊക്കെ ഉണ്ട്. യെസ്, സോ ഓഡിയോ ഞാൻ എന്താ പറയുക, ഐ വുഡ് സേ ഇറ്റ്സ് ഓക്കെ എന്ന് പറയും. ബിക്കോസ് അത്യാവശ്യം നല്ല മോണോ സ്പീക്കർ ആയാലും മോണോ സ്പീക്കറിൽ നല്ല രീതിയിൽ ഒരു ഓഡിയോ വന്നത് ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് പ്രതീക്ഷിച്ചു. ബട്ട് മോണോ സ്പീക്കറിൽ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ട്. ബട്ട് എന്നെ മിസ്സിംഗ് വെച്ചാൽ സ്റ്റീരിയോ എഫക്റ്റ്, ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഇങ്ങനെ പിടിച്ചൊരു കാണുവാണെങ്കിൽ ഒരു സറൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടുന്ന് ഒരു സ്പീക്കർ വരുമ്പോൾ നമുക്ക് ആ സറൗണ്ടിങ് ഇമ്മേഴ്സീവ് എഫക്റ്റ് അത് മിസ്സിംഗ് ആണ്. ബട്ട് ലൗഡ്നെസ് ഉണ്ട് അത്യാവശ്യം, എന്ന് വെച്ചാൽ ഓവർ ക്ലാരിറ്റി എന്നല്ല, ക്ലാരിറ്റി ഉണ്ട്, ഓവറോൾ ഓക്കെ ആണ്. ലൗഡ്നെസ് മെയിനാണ് ഇതിൻ്റെ, നല്ല ലൗഡ്നെസ്സും കാര്യങ്ങളുണ്ട്. സോ ഡിസ്പ്ലേനേക്കാളും നല്ലത് ഞാൻ ഓഡിയോ എന്ന് പറയും. സോ ഓഡിയോ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, ഇറ്റ്സ് ആൻ യെസ് ഫ്രം മീ എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് സ്റ്റീരിയോ എഫക്റ്റ് മിസ്സിംഗ് ആണ്, കീപ് ഇൻ മൈൻഡ്. ഇനി നെക്സ്റ്റ് നമ്മുടെ കാര്യം എന്ന് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 695 6 നാനോമീറ്റർ ഉള്ള ഒരു പ്രൊസസ്സറാണ് വരിക. Adreno 619 ആണ് നമുക്ക് വരുന്നത്. അതുമാത്രമല്ല നമുക്ക് UFS 2.2 LPDDR4X ആണ് നമ്മുടെ റാം ആൻഡ് റോം ടൈപ്പ് വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറാസ് നോക്കാം. സോ 64 MB മെയിൻ ക്യാമറയാണ് നമുക്ക് ഇതിനും വരിക, അതിന് f1.7. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 MB ഡെപ്ത് അസിസ്റ്റ് ക്യാമറ, ദാറ്റ് മീൻസ് ഒരു എന്താ പറയുക, നമ്മുടെ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടി ഒരു സംഭവമാണ് ഡെപ്ത് അസിസ്റ്റ് ക്യാമറ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു 2 MB മാക്രോ ലെൻസ്. സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ നമുക്ക് ഫ്രണ്ടിൽ 16 MB ഒരു സെൽഫിയാണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം.
സോ ഇതാണ് നമുക്ക് ഈ ഡെപ്ത് അസിസ്റ്റ് ക്യാമറ ഉണ്ടായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട്, മീൻസ് നമ്മൾ ഈ തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ച് നമ്മൾ മാനുവലായിട്ട് ബ്ലർ ചെയ്യില്ല, നമ്മളിങ്ങനെ ഈ ഷെയ്ഡൊക്കെ കൊടുത്ത് ബ്ലർ ചെയ്യില്ല, ആപ്പ് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ബ്ലർ ചെയ്യും, അതേപോലത്തെ ഒരു ബ്ലർ, ഒരു രസമില്ലാത്തൊരു ബ്ലർ എനിക്ക് കാരണം അത് മാത്രമല്ല ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ശരിയായിട്ട് ഡെപ്ത് ഡിറ്റക്ഷൻ വന്നിട്ടില്ല. പിന്നെ ഞാൻ ഉദ്ദേശിച്ച വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഓവർ സാച്ചുറേറ്റഡ് ആണ് പിക്സ്, ദാറ്റ് മീൻസ് ഇവിടെയൊക്കെ കളർ ഭയങ്കര ഷാർപ്പാണ്, ഇത് ഇച്ചിരി ഓവർ ഷാർപ്പ്നെസ് ആണ്. പിന്നെ പഞ്ചി കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് പോലും ഇച്ചിരി ഓവർ ഷാർപ്പായിട്ട് തോന്നുന്ന രീതിയിലുള്ള കളേഴ്സാണ്, ഇച്ചിരി ഓവർ ഷാർപ്പ്, ബട്ട് അത് മേ ബി സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ശരിയാവുമായിരിക്കും. അതുകൊണ്ട് ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ഇതൊക്കെയാണ് കുറച്ച് ഓവർ സാച്ചുറേറ്റഡ് ആണ് കളേഴ്സ്. ബാക്കി പിക്സ് പിന്നെ 64 MB മോഡ്സ് കിട്ടി നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ചില മോഡ്സ് ഓക്കെയാണ്. പിന്നെ ഇത് നിങ്ങൾ കണ്ടറിയാം, ഈ ഇതായാലും ഇച്ചിരി ഓവർ സാച്ചുറേറ്റഡ് ആണ് പിക്സ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ സൈഡ് ഇവിടുത്തെ ബ്ലർ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് മാക്രോ ഷോട്ട്സ് അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇത് സിനാരിയോ ദാറ്റ് മീൻസ് ക്യാമറ പെർഫോമൻസ് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സിനാരിയോസിൽ എടുത്ത് കഴിയുമ്പോൾ ഓക്കെ ആയിട്ട് തോന്നും, ബട്ട് ചില സിനാരിയോസിൽ അത്ര പോരാ. ആൻഡ് വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇറ്റ്സ് നോ ഫ്രം മീ എന്ന് ഞാൻ പറയും. ആൻഡ് ജസ്റ്റ് വീഡിയോ സ്റ്റെബിലൈസേഷൻ ആണിത്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഷേക്ക് ഉണ്ട് വീഡിയോ സ്റ്റെബിലൈസേഷൻ. അപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല, ഇറ്റ്സ് ഡൗൺ ഗ്രേഡ് ആണ്. OnePlus Note C2 rear camera video stabilization in 3, 2, 1 and go. നെക്സ്റ്റ് നമുക്ക് മോഡ്സ് ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ മോറിനകത്ത് പ്രോ മോഡ് വരുന്നത്, മീൻസ് അപ്പർച്ചർ ഐഎസ് വൈറ്റ് ബാലൻസ് മാനേജ് ചെയ്യാനുള്ള പ്രോ മോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് പനോരമിക്, മാക്രോ മോഡ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഡുവൽ വ്യൂ വീഡിയോ. പിന്നെ നമുക്ക് പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, ഫോട്ടോയ്ക്കകത്ത് നമുക്ക് ഡെഡിക്കേറ്റഡ് 64 MB മോഡ് വരുന്നുണ്ട്, ആൻഡ് AI മോഡ്സ്. പിന്നെ വീഡിയോയ്ക്കകത്ത് നമുക്ക് വേറെ മെയിൻ കാര്യം ഇതിൻ്റെ ചിപ്പിൻ്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലാണ്ട് ഫോണിൻ്റെ പ്രശ്നമല്ല. ഇതിപ്പോൾ നമ്മുടെ ഫോൺസിനകത്താണെങ്കിൽ നമുക്ക് ഇതിന് മാക്സിമം 1080p ആയിട്ട് 30 FPS നമുക്ക് റെക്കോർഡിംഗ് പറ്റുള്ളൂ, 60 FPS റെക്കോർഡിംഗ് വരുന്നത്. സെയിം ഹാപ്പൻസ് വിത്ത് നോട്ട് 11 Pro Plus സെയിം തന്നെയായിരുന്നു ഇഷ്യൂ. 60 FPS 1080p റെക്കോർഡിംഗ്, ഇതിന് സെയിം തന്നെ 30 FPS പറ്റുന്നുള്ളൂ. പിന്നെ നമുക്ക് നൈറ്റ് മോഡ് കിട്ടുന്നുണ്ട്. ആൻഡ് സെൽഫി ക്യാമറ, ഫ്രണ്ട് സെൽഫി ക്യാമറ ആയാലും ഞാൻ ഓക്കെ എന്ന് പറയുന്നത് ചില സമയത്ത് ഒരു എന്താ പറയുക, അത്ര ഫോക്കസ്ഡ് അല്ല പിക്ക് എടുക്കണ ഒരു ഫീല്. സോ ഓവറോൾ ഇൻ ക്യാമറ പെർഫോമൻസ്, ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഓക്കെ എന്നുള്ളൊരു ക്യാമറയാണ്. ചില ഷോട്ട്സ് ഓക്കെയാണ്, ബട്ട് ചില സിനാരിയോസിൽ അത്ര പോരാ. സോ ഇനി ഈ നോട്ട് 11 Pro Plus നോക്കുവാണെങ്കിലും സ്ലൈറ്റ്ലി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. നോട്ട് 11 Pro Plusൻ്റെ ഓവറോൾ പെർഫോമൻസ് ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ലൈറ്റായിട്ട്, ബട്ട് ഇറ്റ് ഡിപ്പെൻസ്. ഇതിനകത്ത് കുറച്ച് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ വന്നു കഴിഞ്ഞാൽ ശരിയായിരിക്കും. കാരണം OnePlus അങ്ങനെയാണ്, ആദ്യം ഇറക്കണേക്കാൾ ഭയങ്കരമായിട്ട് അപ്ഗ്രേഡേഷൻ വരാറുണ്ട്. ഇപ്പോൾ OnePlus 9 Pro ഇറങ്ങിയ സമയത്ത് ഷോക്കായിരുന്നു, പിന്നെ അപ്ഗ്രേഡേഷൻ വന്ന് അടിപൊളിയാക്കിയാണ് 9 Proയുടെ ക്യാമറ. സോ മേ ബി ദാറ്റ് ഹാപ്പൻസ് വിത്ത് ദിസ്, ദെൻ ഇതിനേക്കാളും അടിപൊളിയായിരിക്കും. ഓവറോൾ കുഴപ്പമില്ല, ബട്ട് ചില സിനാരിയോസിൽ ഇച്ചിരി ഓവർ സാച്ചുറേഷനൊക്കെ വന്നിട്ടുള്ള കുറച്ച് ഇഷ്യൂസ്. പിന്നെ മാത്രമല്ല ബ്ലറിങ് അത്ര പോരാ, ബാക്കിയൊക്കെ വലിയ സീനില്ല. പിന്നെ വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ അത്ര പോരാ നല്ല തീരെ പോരാ, നല്ല ഷേക്കിംഗ് ഉണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മോഡ്സൊന്നും തരുന്നില്ല, സ്റ്റെബിലൈസേഷൻ കൂട്ടാനുള്ള മോഡ്സോ കാര്യങ്ങളൊന്നും തരുന്നില്ല. ഓക്കെ, സോ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ബാറ്ററി 5000 mAh ബാറ്ററിയാണ് വരിക. പിന്നെ 33 വാട്ട് സൂപ്പർ വൂക്ക് ചാർജാണ് നമുക്ക് നമ്മുടെ ഫോണിന് വരിക. സോ ആർക്കാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോർമൽ യൂസർ, വലിയ ഗെയിമിങ്ങിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട് ഗെയിമിങ്ങിന്. എന്ന് വെച്ചാൽ ആ ഒരു സെഗ്മെൻറ്റ് വൈസ് നോക്കുവാണ്. കാരണം പോക്കോ എക്സ്പ്രോ പ്രോയിലൊക്കെ തന്നെയാണെങ്കിലും ഈ സെയിം ചിപ്പ് തന്നെയാണ് വരിക. സോ ഒരു കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് നമുക്ക്. പക്ഷേ മെയിൻ കാര്യം മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൽ ഞാൻ പോക്കോ X4 Pro ഇച്ചിരി കൂടെ സ്റ്റീരിയോ എഫക്റ്റും AMOLED ഡിസ്പ്ലേയുടെ അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട്. ആൻഡ് ചാർജിങ് സ്പീഡ് കുറച്ചുകൂടി കൂടുതലുണ്ട് പോക്കോ X4 Proയ്ക്ക് വരുമ്പോൾ. പിന്നെ അത് മാത്രമല്ല ഇതിന് വരുന്നപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്രെയിം, മറ്റേ ഗ്ലാസ് ബാക്കൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ചെറിയ അഡ്വാൻറ്റേജസ്. പിന്നെ അതിന് മാത്രമല്ല IP53 ഡസ്റ്റ് ആൻഡ് സ്ലാഷ് ഒക്കെ വരുന്നുണ്ട് പോക്കോ X4 Proയ്ക്ക്. സോ ഇത് ഓവറോൾ ഒരു കുഴപ്പമില്ലാത്ത സ്മാർട്ട് ഫോണാണ്. മെയിൻ സെല്ലിംഗ് പോയിന്റ് തന്നെ മെയിൻ
പ്രോസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അബ്സല്യൂട്ട്ലി ഇതിൻ്റെ യു ഐ തന്നെയാണ്. ബ്ലോട്ട്വെയർസ് ഇല്ല, ആഡ്സ് ഇല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, നല്ല രീതിയിൽ ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു യു ഐ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഫോണായിരിക്കും നമ്മുടെ OnePlus Nord C2 Lite 5G. Okay, so guys, that's all for today. Signing off, it's Phone Mania.